ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ്. 3 ലെയർ പുഡിംഗ്. ഇത് വളരെ ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റി ആയ ഒരു പുഡിംഗ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ അഗർ എടുത്തിട്ടുള്ളത്. ഇത് 25 ഗ്രാമാണ്. പക്ഷേ ഇത് ഫുള്ളൊന്നും നമുക്ക് വേണ്ട. ഇതിൽ നിന്നൊരു 11 ഗ്രാം എടുത്താൽ മതി. അതിനു മുമ്പ് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 11 ഗ്രാം അഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ അഗറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയിക്കൊള്ളും. ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ അങ്ങനെ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് വെള്ളത്തിൽ ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ 4 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അഗർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ മെൽറ്റ് ആവാതെ തരിതരിയായി കിടക്കുന്നതൊക്കെ ഈ പാല് ചൂടാക്കുന്നതിനോടൊപ്പം തന്നെ മെൽറ്റ് ആയിക്കൊള്ളും. പാല് തിളപ്പിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയും ഈ അഗറും ഒക്കെ ഒന്ന് മെൽറ്റായി വരണം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് വെജിറ്റേറിയൻസിനും പറ്റിയ ഒരു പുഡിംഗ് തന്നെയാണ്. കാരണം ഇതിൽ അഗറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ അടിയിൽ പിടിക്കും. ഇതിപ്പോൾ മെൽറ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അഗർ മിൽക്ക് മിക്സ് ഒന്ന് അരിച്ചെടുക്കണം. തരിയൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് 3 പോർഷനാക്കി മാറ്റണം. 2 കപ്പ് വീതമാക്കി മാറ്റാം. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ട്രോബെറി മിൽക്ക് മിക്സ് ആണിത്. ഇത് 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത്ര കളർ വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സ്ട്രോബെറി മിൽക്ക് മിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് കളർ യൂസ് ചെയ്താലും മതി. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് സെറ്റായി കിട്ടും. അതിന് മുമ്പായി ഇതിൽ ബബിൾസ് കാണുന്നുണ്ടല്ലോ, അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ പുഡിങ് സെറ്റായി കിട്ടിയാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഈ ബബിൾസ് മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ കഴിയുന്നതും ഈ ബബിൾസൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 15 മിനിറ്റിന് ശേഷം എടുക്കാം. ഇനി ബാക്കിയുള്ള മിൽക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. 2 ഡ്രോപ്സ് പിസ്ത മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇത്രയും കളർ വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് എടുത്താൽ മതി. ഇനിയിപ്പോൾ മിൽക്ക് മിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, പിസ്ത മിൽക്ക് മിക്സ് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ യൂസ് ചെയ്താലും മതി. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഒഴിച്ചു വെച്ച ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്ത മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി വെച്ച് അതിൻ്റെ മുകളിലേക്കായി വേണം ഒഴിച്ചു കൊടുക്കാൻ. പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഇതാണിപ്പോൾ നമ്മുടെ 2ാമത്തെ ലെയർ. ഇനിയിപ്പോൾ ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വെച്ചാലേ നമ്മുടെ സെക്കൻഡ് ലെയർ സെറ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 15 മിനിറ്റിന് ശേഷം എടുക്കാം. ഇപ്പോൾ 2ാമത്തെ ലെയറും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 3ാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കളറൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അഗറും മിൽക്ക് മിക്സും ആണ്. അപ്പോൾ ഇത് പതുക്കെ ഒരു തവി വെച്ച് ഇതിൻ്റെ മുകളിലേക്കായി ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് കളറിലാണ് നമ്മുടെ 3ാമത്തെ ലെയർ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് റിച്ച് ആയിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി വിതറിയിട്ട് കൊടുക്കാം.
നിങ്ങളുടെ കയ്യിലുള്ളത് ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. എന്താണ് ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്തുണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് റൈസിൻസും ബ്രൗൺ റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ടാണ്. ഇതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത ബദാമാണിത്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള ചെറി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പുഡിങ് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം, ഒരു 15 മിനിറ്റ് നേരത്തേക്ക് സെറ്റ് ആവാൻ വേണ്ടി. അതിനുശേഷമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പുഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നൈഫ് ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.